വലിയ സമ്പന്നനാരാ? ഞാൻ പറയുകയായി, ഭൗതികമായ ജീവിതത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം വെച്ച് ലോകത്തെ വിലയിരുത്തുന്നവരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ആരെങ്കിലും ആരെങ്കിലും രാവിലെ പ്രഭാതത്തിൽ സുബഹിക്ക് വീട്ടിൽ നിന്ന് നിൽക്കുമ്പോ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ രാവിലെ സുബഹിക്ക് വീട്ടിൽ നിൽക്കുമ്പോ അവന്റെ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ട്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നവന്റെ വീട്ടിന്റെ ഉള്ളിൽ വലിയ സമാധാനമാ. ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളുമായി താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ ആ ഹൃദയത്തിന് സമാധാനമുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ ആരുടെ ശരീരത്തിനാണോ പരിപൂർണ ആരോഗ്യമുള്ളത്, അവന്റെ ശരീരത്തിന് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, അവന്റെ ശരീരത്തിന് പരിപൂർണമായ ആരോഗ്യമുണ്ട്. അന്നത്തെ ദിവസം അവന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള, കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും പാടത്ത് പണിയെടുത്തിട്ടാണെങ്കിലും മണ്ണിനോട് പടവെട്ടിയിട്ടാണെങ്കിലും അന്നത്തെ ദിവസം തന്റെ ഭാര്യക്കോ മക്കൾക്കോ ഭക്ഷണം കൊടുക്കാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനുണ്ട് എങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ കുടുംബത്തിന് സമാധാനമുണ്ട്. അതോടൊപ്പം തന്നെ തടിക്ക് നല്ല ആരോഗ്യവുമുണ്ട്. അന്നത്തെ ദിവസം അവന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കാനുള്ള ഒരേ അന്നത്തെ ദിവസത്തിലുള്ള ഹലാലായ ഭക്ഷണവും അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടി അറിയുന്ന ആധുനിക ലോകത്തിന്റെ ആദ്യത്തിന്റെ മേൽവിലാസങ്ങൾ കണ്ടിട്ട് ഞാൻ ഈ ലോകത്ത് പരാജിതനായല്ലോ എന്നാരും കരുതണ്ട. ഏറ്റവും വലിയ വിജയാരാ? പടച്ച തമ്പുരാൻ, കരുണാമതിയായ തമ്പുരാൻ ആർക്കെങ്കിലും ഈ ഒരു 3 സൗഭാഗ്യം കൊടുത്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോ അവന്റെ വീട്ടിന്റെ ഉള്ളില് സമാധാനമാ. സുബഹിയുടെ ബാങ്ക് കേട്ടിട്ട് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വീട്ടിൽ വരുമ്പോ കാണുന്ന കാഴ്ച, നമ്മുടെ വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട് നമ്മുടെ ഭാര്യ നിസ്കാരത്തില, നമ്മുടെ പെൺമക്കൾ നിസ്കാരത്തില, നമ്മുടെ സഹോദരിമാര് നിസ്കാരത്തില. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ സുബഹിയുടെ മുസല്ലയിലിരുന്നിട്ട് നിന്റെ ഭാര്യയും പെൺമക്കളും കൂടി നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറസ് സബാഹി വഖൈറൽ മസാഇ വഖൈറൽ ഖലാഇ വഖൈറൽ ഖദരി വഖൈറൽ ലൈലി വഖൈറൻ നഹാരി വഖൈറ മാ ജറാ ബിൽ കലം. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ സുബഹി കഴിഞ്ഞ് അന്നത്തെ അന്നത്തിന് വേണ്ടി എന്റെ ഭർത്താവ് വെളിയിലേക്ക് പോവുകയാ. യാ അല്ലാഹ്, രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റാസിഖായ റബ്ബ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറസ് സബാഹി വഖൈറൽ മസാഇ വഖൈറൽ ഖലാഇ വഖൈറൽ ഖദരി. അല്ലാഹുവേ, ഇന്നത്തെ പകലിൽ നീ വിരിച്ചതെല്ലാം ഞങ്ങൾക്ക് ഖൈറാക്കണം, ഇന്നത്തെ സായാഹ്നത്തിലെ വിധി നന്നാക്കണം. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഏതൊക്കെ ഞങ്ങൾക്ക് നീ വിരിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് ഖൈറാക്കണേ അല്ലാഹ്. ونعوذ بك من شر الصباح وشر المساء وشر القضاء وشر القدر وشر الليل وشر النهار وشر ما جرى به القلم. അല്ലാഹുവേ, എന്റെ ഭർത്താവ് ഞങ്ങൾ കന്നം നേടി വെളിയിലേക്ക് പോകുമ്പോ ഏതെങ്കിലും ബലാവോ മുസീബത്തുകളോ ഞങ്ങൾക്ക് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറ്റണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നൊരു കുടുംബമാണോ നിന്റെ കുടുംബം? അന്നേ ദിവസം നിന്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യം നമ്പുറന്നാൽ അന്നത്തെ ദിവസത്തെ ഹലാലായ ഭക്ഷണവും കയ്യിലുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സമ്പന്നം. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.